വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിയാസ് വേൾഡ്. അപ്പോൾ ഇത് ഞങ്ങൾ ഫസ്റ്റത്തെ ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് ഞങ്ങൾ പെരിന്തൽമണ്ണയിലുള്ള എക്സ്പോയിൽ പോയി വരാൻ വിചാരിച്ചു. അപ്പോൾ കാശിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ. ഫുഡൊക്കെ വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കിയതാണ്. വഴിയിൽ നിന്ന് കഴിച്ചപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റാണ് ഉള്ളിൽ കയറാൻ. അപ്പോൾ അമ്മ ടിക്കറ്റൊക്കെ എടുത്ത് ഒരാൾക്ക് ടിക്കറ്റ് ഒരു 120 രൂപയാണ്. പിന്നെ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ തന്നെ നല്ല അട്രാക്റ്റീവ് പിക്ചേഴ്സ് വെച്ചിട്ടുണ്ട്. അകത്തെന്താണെന്ന് അറിയില്ല. അപ്പോൾ അമ്മ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഉള്ളിൽ 2 സൈഡിലും നിറച്ചും വെറൈറ്റി ടൈപ്പ് ഓഫ് മീനാണ്, പേര് പോലും അറിയില്ല. ഈ ഒരു അക്വേറിയം കോൺകേവ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഒരു സൈഡിൽ ഫുള്ള് കോൺകേവ് ആയിട്ട് ഉണ്ടാക്കിയ അക്വേറിയമാണ്. കാരണം നമ്മൾ അവിടുന്ന് ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ട് തോന്നും. പിന്നെ ഇത് അണ്ടർ വാട്ടർ ടണലിൻ്റെ ഒരു പുറത്തേക്കൂടെ നമ്മൾ ഇതിൽ കൂടെ പോകുമ്പോൾ കാണുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പോവാം. ഇതിൽ ഫുള്ള് കോയിക്കാർപ്പ്, ഗോൾഡ് ഫിഷ്, ഇത് അരാപ്പേമയാണ് കേട്ടോ. അതൊക്കെ കുറച്ച് മീനൊക്കെ എനിക്കറിയാം. ഇതിൽ അത്ര മീനില്ലായിരുന്നു. ഇത് കോൺവെക്സ് ആയിട്ട് കേട്ടോ ഉണ്ടാക്കി ഈ ഒരു ഗ്ലാസ് എന്ന് പറയണം. അതുകൊണ്ട് ഇവിടുന്ന് ഒരു ഫോട്ടോ എടുക്കണതുമില്ല. ഇതിൽ കുറച്ച് മീനുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചിലതിലൊക്കെ തീരെ മീനില്ലായിരുന്നു. അതൊന്നും രസം തന്നെയല്ലേ. പിന്നെ ഇതാണ് ഗായ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേട്ടോ. ഉള്ളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇതിൽ നിറച്ച് വെറൈറ്റി മീനാട്ടോ. കണ്ടിട്ടും ഇവിടുത്തെ പോകാൻ തോന്നുന്നില്ല. ദൂരത്തു നിന്നാണ് നല്ല അട്രാക്റ്റീവായി തോന്നുന്നുണ്ട്. ഇതിൽ അത്യാവശ്യം വലിയ മീനായിരുന്നു കേട്ടോ. ഇത് കണ്ടില്ലേ, ടണലിൻ്റെയാണ്, വാട്ടർ ടണലിൻ്റെയാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് വെറൈറ്റി മീനൊക്കെ ഉണ്ടായിരുന്നു. ബഫർ ഫിഷ്, പിന്നെ ഈ ഒരു സാധനമല്ലേ, അതിൻ്റെ പേര് പറയാൻ സ്റ്റാർ ഫിഷ്, പിന്നെ ഷാർക്കിൻ്റെ കുട്ടിയുണ്ട് അതിൽ. ഇങ്ങനെ ഗായ്സ് നമ്മൾ അണ്ടർ വാട്ടർ ടണലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ഭംഗിയാണ്, വേറെ ലെവലാണ്. അതേമാതിരി തന്നെ നമ്മുടെ തൃശ്ശൂർ ചാവക്കാട് ഉണ്ട് കേട്ടോ, മെറൈൻ വേൾഡ് പറയണം. നല്ല രസമാട്ടോ അവിടെ എന്ന് പറയുന്ന പൈസ കൊടുക്കുന്നത് നല്ല വർത്തുണ്ട്. പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റി മീനുണ്ട്. പിന്നെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഫിഷിനെ ഫീഡ് ചെയ്യാം, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസും ഉണ്ട്. പിന്നെ ഗെയിംസ് ഉണ്ട്, പിന്നെ വേറെ കുറേ ഇതുണ്ട്. അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അവിടെ അടുത്ത് തന്നെ നല്ല ബീച്ചും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബീച്ചും ഉണ്ട്. അപ്പോൾ ഇത് നല്ല ഇത് ഓരോരോ സെറ്റിൽ ഓരോരോ വെറൈറ്റി മീനാണ് കേട്ടോ അവിടെ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. സീബ്രാൻ്റെ മറ്റൊരു. പിന്നെ ഗായ്സ് നമ്മൾ മെർമെയ്ഡിൻ്റെ ഷോ, അങ്ങനെ നമ്മൾ മെർമെയ്ഡിൻ്റെ ഷോ കാണാനെത്തി. അതാണ് കേട്ടോ അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, മെർമെയ്ഡിൻ്റെ ഷോ കേട്ടോ. നല്ല രസമാണ്. കുറച്ച് നേരം ഞങ്ങളങ്ങനെ കണ്ടു നിന്നു. ഇടയ്ക്ക് മെർമെയ്ഡ് ശ്വാസം എടുക്കാൻ മുകളിൽ പോകും. പാവം എത്ര നേരം പിടിച്ച് നിൽക്കണം. ഇവിടെ ഫുള്ള് സ്റ്റാൾസ്, ഫുഡ് കോർട്ട്, അതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഫുൾ ബുക്സാണ് ഈ ഒരു സെക്ഷനിൽ. കുറച്ചും ബുക്സ്, പല ലാംഗ്വേജിലുള്ള ബുക്കുണ്ട്. പിന്നെ നിറച്ചത് പഴയ കാലം മിഠായിയാണ് കേട്ടോ. അമ്മയ്ക്കത് ഇഷ്ടപ്പെട്ടു തോന്നുന്നു.
അമ്മയ്ക്ക് പിന്നെ കമ്മലിനോടും പൊട്ടിനോടൊക്കെ ആട്ടോ ക്രേസ്, എവിടെ കണ്ടാലും വാങ്ങും. അതുകൊണ്ട് വീട്ടിൽ വലിയ കളക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ അതിൻ്റെ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി. പുറത്ത് ഫുള്ള് ഫുഡ് കോർട്ട്, ഗെയിംസ് പിന്നെ റൈഡ്സൊക്കെയാണുള്ളത്. അപ്പോൾ ഈ ഒരു ഗെയിം എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ബോൾ എറിഞ്ഞിട്ട് ക്ലാസ് വീഴ്ത്തൂലേ, അതാണ്. പിന്നെ പൊട്ടറ്റോസ്. ഈ ഒരു റൈഡ് കണ്ടോ, ഇതിലെനിക്ക് കയറണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അമ്മേനോട് ഞാൻ കുറേ ചോദിച്ചു, പക്ഷെ അമ്മ സമ്മതിച്ചില്ല ഗൈസ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് വീട്ടിലേക്ക് പോയി. നല്ല വിശപ്പുണ്ടായിരുന്നു. അച്ഛനോട് എന്തെങ്കിലും മേടിച്ച് തരാൻ പറഞ്ഞു. അപ്പം അച്ഛൻ രാത്രി ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങി തന്നു. ഈ ഫുഡൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീട്ടിൽ വരാം. ടാറ്റാ ബൈ ബൈ, സീ യു.